ഇൻഫോർമേഷൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് തരുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ജൂൺ മാസം ഉൾപ്പെടെ 6 മാസത്തെ തുക കുടിശ്ശികയാണ്. ഓരോ വ്യക്തിക്കും സർക്കാർ 9,600 രൂപ വീതം ഇതിനായി നൽകിയിരിക്കുന്നു. സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളും മറ്റ് ക്ഷേമനിധി പെൻഷനുകളും മുടങ്ങിയതായാണ് ഈയിടെ നടന്ന ഇലക്ഷനിൽ ഭരണമുന്നണിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഭരണപ്രതീക്ഷിത ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും വ്യക്തമാക്കിയ കാര്യമാണ്. എന്നാൽ കനത്ത തോൽവി സമ്മതിച്ചതിന് പിന്നാലെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ ഉടൻ കൊടുക്കും എന്ന് ജൂൺ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടക്കും എന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. എന്നാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എങ്ങനെയാണ് കൊടുത്തു വീട്ടുക എന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു കർമ്മ പദ്ധതി വന്നില്ലായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ ജൂൺ 20 നിയമസഭയിൽ സമയസുരക്ഷാ പെൻഷൻ മുടങ്ങിയ കാര്യം ഒരു അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. സി വിഷ്ണുനാഥ് MLA ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ട് എന്ന് നിയമസഭയിൽ സമ്മതിച്ച ധനമന്ത്രി KN ബാലഗോപാൽ അത് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും എന്നും നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് നൽകുവാനുള്ള 9,600 രൂപയും ഒരുമിച്ച് നൽകുവാനുള്ള സാമ്പത്തികം ഇല്ലാത്തതിനാൽ 1-2 ഗഡുത്തുക വീതം നൽകി കുടിശ്ശിക തീർക്കണം എന്നാണ് ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്.